എന്തെങ്കിലും വന്നാൽ തട്ടി ഇതൊടിയില്ല. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണേണ്ടത് അതാണ് നമ്മുടെ പാലയോട്ടം പാലം. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഇസ് കൊച്ചിമച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ പിന്നെയും പുതിയൊരു ഡ്രോൺ എടുത്തു. നമ്മൾ മാവിക് മിനി 2 സെയിലാക്കിയിട്ട് നമ്മൾ പുതിയ ഒരു ഡ്രോൺ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ മാവിക് മിനി 2 കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. 15 മീറ്റർ മേളിൽ പൊങ്ങുന്നില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തു, അത് സെയിൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് മാവിക് എയർ 2 ആട്ടോ. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ പെട്ടി. മാവിക് മിനി 2 കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് വേർഷനാണ്. കുറച്ചും കൂടെ വലിയ ഡ്രോണാണ്. കുറേ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ സേഫ് ആയിരിക്കും കേട്ടോ ഫ്ലൈ ചെയ്യാനൊക്കെ. വെയിറ്റും അത്യാവശ്യം കുഴപ്പമില്ല. അതേ നമ്മൾ ആ മിനി 2 കണ്ട അതേ ബാഗിലൊക്കെ തന്നെയാണ് ഈ എയർ 2 വന്നേക്കണേ. അപ്പോൾ ഈ ഡ്രോൺ ഞാൻ എടുത്തത് എയറിടെക് ഇന്ത്യ ഗാജറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഗാജറ്റ് സ്റ്റോറിൽ നിന്നാണ് ഞാൻ എടുത്തേക്കണം. അപ്പോൾ അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും. പിന്നെ അവർക്ക് ഡ്രോൺസ് മാത്രമല്ല ബാക്കി കുറേ ഗാജറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ആക്സസറീസ്, DJIയുടെ എല്ലാ ആക്സസറീസും ക്യാമറാസും എല്ലാം അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് കയറി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മാവിക് എയർ 2 ഫ്ലൈ മോർ കോംബോ പെട്ടെന്നൊന്ന് നമുക്ക് അൺബോക്സിങ് ചെയ്തേക്കാം. ഇതിൽ കുറേ സാധനങ്ങൾ കാണിക്കാനായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് പെട്ടി തുറക്കാം. നമ്മൾ മിനി 2 കണ്ട പോലെ തന്നെ അതേ ഒരു ബാഗിലാണ് കേട്ടോ തന്നെ കണ്ടോ. ഇതാണ് ആ ബാഗ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡ്രോണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സെയിം അതേ ആ ഒരു ചെറിയൊരു ബാഗ്, സിബൊക്കെ വാട്ടർ പ്രൂഫ് പോലെ തന്നെ ഇരിക്കുന്നതും DJI മാവിക് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് തന്നെ ഒരു ബോക്സും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്താണ് എക്സ്ട്രാ കുറച്ച് ആക്സറീസും കാര്യങ്ങളും വെച്ചേക്കണം. നമുക്ക് ഇവിടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എയർ 2 ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കാര്യങ്ങളൊക്കെ, പിന്നെ വേറെ എന്തൊക്കെ ആക്സറീസ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവിടെയും ഫ്ലൈ മോർ കോംബോയുടെ കുറച്ച് വേറെ ഒരു മാനുവലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 8 സെറ്റ് ഓഫ് പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ ഭയങ്കര വ്യത്യാസം കേട്ടോ. നമ്മൾ ഓരോ സൈഡിലും ഓരോ പ്രൊപ്പല്ലറൊക്കെ വെക്കണം. പിന്നെ ജോയ്സ്റ്റിക്ക് 2 എക്സ്ട്രാ. അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ബാറ്ററി മാവിക് എയർ 2 ബാറ്ററി നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഇവിടെ ബാറ്ററി കുത്തിയ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിവൈസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഭയങ്കര അടിപൊളി യൂസുള്ള സാധനമാണ്. ഇതിൻ്റെ ND ഫിൽറ്റേഴ്സ് ആട്ടത്. ND ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ 3 ND ഫിൽറ്റർ ഉണ്ട്. ഇത് പ്ലെയിൻ, ഇതിപ്പോൾ ഇരിക്കണ ND64, ഇത് ND256, പിന്നെ ND16 ഉണ്ട്. ഈ 3 ND ഫിൽറ്ററാണ്. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നു. പക്ഷേ കൊള്ളാം, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ ബാഗ് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡ്രോണും ബാറ്ററി എല്ലാം മെയിനായിട്ടിരിക്കുന്നത്. ചെറിയ ബാഗാണ്, ബട്ട് മിനി 2 കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രോൺ. മിനി 2 അത്യാവശ്യം സൈസും ഉണ്ട്, വെയിറ്റും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പയ്യെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ബാഗിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പുറത്തേക്ക് എടുത്ത് നോക്കട്ടെ. ഇതാണ് നമ്മുടെ ബാറ്ററി പാക്കും ചാർജറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കണേ. നമ്മുടെ റിമോട്ട് സെയിം നമ്മൾ മിനി 2 അല്ലെങ്കിൽ DJIയുടെ ഏറ്റവും പുതിയ റിമോട്ട് തന്നെയാണ്. അത്യാവശ്യം 10 കിലോമീറ്റർ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു റിമോട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാഗിൻ്റെ അകത്ത് നിന്ന സാധനങ്ങൾ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ബോക്സ് ഒന്ന് ജസ്റ്റ് തുറന്ന് കാണിക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന്. ഇതിൻ്റെ അകത്ത് നമുക്കുള്ളത് ബാറ്ററീസ് ആട്ടോ, എക്സ്ട്രാ ബാറ്ററീസ് ആണ്. പിന്നെ ചാർജർ. ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. DJIയുടെ ചാർജർ, ഈ ചാർജർ ഇല്ലാണ്ട്, ഈ പീസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. ഇതില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. എക്സ്ട്രാ ബാറ്ററീസ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു ബോർഡ് ഉണ്ട്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഇതാണ് ആ എക്സ്ട്രാ ഒരു പാനൽ. ഇതിൽ നമുക്ക് 3 ബാറ്ററിയും വെച്ച് ഒന്നിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ വെച്ചിട്ട് നമുക്ക് ഓരോ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ പ്രൊപ്പല്ലേഴ്സ് ഇതിൽ നമുക്ക് പ്രൊപ്പല്ലർ പെട്ടെന്ന് ഊരി വെക്കാനുള്ള സെറ്റപ്പാണ്. ഭയങ്കര ഈസി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രൊപ്പല്ലറിനായാലും ഓരോ രീതിയുണ്ട് വെക്കാൻ. നമുക്ക് ചുമ്മാ എല്ലാ പ്രൊപ്പല്ലറും എടുത്ത് വെക്കാൻ പറ്റില്ല. അത് ഞാൻ ഡ്രോൺ ആദ്യം നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. നമ്മൾ സെയിം മാവിക് മിനി 2 ഓപ്പൺ ചെയ്യണ പോലെ ഇത് ഇപ്പുറത്തേക്ക് തുറക്കുക. ഇതിങ്ങനെ ചെയ്യാം. സെയിം ഇപ്പുറത്തെ സൈഡിലും B. ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇങ്ങനെയാണ് നമുക്ക് ഡ്രോൺ ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്ക് പ്രൊപ്പല്ലർ വേണേൽ ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കാം. ഫിക്സ് ചെയ്യാണ്ടിരിക്കാമെന്നില്ല. ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. അതിന് നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഡ്രോണിന് ഫ്രണ്ടിൽ 2 സെൻസർ ഉണ്ട്. ഇത് ഒരു ഗാർഡാണ്. ഇത് നമുക്ക് ഊരി മാറ്റാം. അടിയിൽ 2 സെൻസർ ഉണ്ട്. ഇതൊരു LED ലൈറ്റാണ്. നമുക്ക് രാത്രി ലാൻഡൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഓണാക്കാൻ പറ്റും. അപ്പോൾ അടിയിലും 2 സെൻസർ ഉണ്ട്. പിന്നെ ബാക്കിലും 2 സെൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സെൻസേഴ്സ് ഉണ്ട്. 3 സൈഡ് സെൻസർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സേഫാണ് പറപ്പിക്കാനായാലും. പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് നമ്മളൊരു കവറാണ്. ഇത് നമുക്ക് ഊരാം. ഇതിൽ കാണാം ഓൾറെഡി ഒരു ND ഫിൽറ്റർ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ND ഫിൽറ്റർ 16 ആണെന്ന് തോന്നുന്നു. ND ഫിൽറ്റർ 16 ആണ് ഇതിൽ ഫിക്സ് ചെയ്തേക്കണേ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇതാണ് ഡ്രോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കൂടാണ്ട് ഞാൻ ഇതിന് കുറച്ച് ആക്സസറീസും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഈ ആക്സസറീസ് ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ഞാൻ തപ്പി നമ്മൾ എടുത്തു സാധനം. അപ്പോൾ ആക്സസറി എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ ഡ്രോൺ, അതായത് പ്രൊപ്പല്ലർ ഗാർഡ് എന്ന് പറയും. ഇത് നമുക്ക് DJI Mavic മിനിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റാണ്, ഇത് DJIയുടെ അല്ല. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്, അതായത് പറപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രൊപ്പല്ലർ ഗാർഡുള്ളത് നല്ലതാണ്. കാര്യം നമ്മൾ ഈ മരത്തിലൊക്കെ പോയി ഇടിക്കാണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു ലെൻസ് ഹുഡും കൂടെ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ യൂസ് ചെയ്യാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് വെക്കാം. ഇത് ഒരു പ്രൊപ്പല്ലർ ഗാർഡ് മാത്രമല്ല, ഇതിന് എക്സ്ട്രാ ലാൻഡിങ് ഗിയർ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ ഈ സാധനം നോക്കിയെടുത്തത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിനുള്ള ആ ഒരു ലാൻഡിങ് അല്ലെങ്കിൽ ലെഗിൻ്റെ അതിൻ്റെ അകത്തേക്ക് ഇത് കയറ്റി വെക്കുക. അത് കയറ്റി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ബാക്ക് സൈഡിലും ഓരോ സൈഡ് ഉണ്ട് ഇതിന്. നമ്മൾക്ക് മനസ്സിലാവും അതിൻ്റെ ഷേപ്പ്, ഇതിൻ്റെ ലെഗിൻ്റെ ഷേപ്പ് അനുസരിച്ച് മാറും. അപ്പം ഞാൻ ജസ്റ്റ് ഇതെടുക്കുക, നമ്മൾ ഫിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു പ്രൊപ്പല്ലർ ആ ഒരു മനസ്സിലായി. നമുക്ക് ഇനി പ്രൊപ്പല്ലറിൽ ഇവിടം വരെയും, അതായത് പ്രൊപ്പല്ലറിന് പുറത്ത് വരെ നമുക്ക് എന്തെങ്കിലും വന്നാൽ തട്ടി ഇതൊടിയില്ല. ഇത് നോക്കിക്കോളൂ എന്താണെന്ന് വെച്ചാൽ. ഇതാണ് നമ്മുടെ ഡ്രോൺ. പക്ഷേ സൈസ് കൂടും, ഡ്രോണിൻ്റെ കുറച്ച് സൈസ് വലുതാവും, ഡ്രോൺ കുറച്ചും കൂടെ വലുതാവും. ബട്ട് സേഫ്റ്റിയാണ്. അത് കൂടാണ്ട് ഈ താഴത്ത് നമ്മൾ ഈ എക്സ്ട്രാ ഒരു ലാൻഡിങ് ഗിയർ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയപ്പോഴത്തേക്കും ഇത്രയും കണ്ടോ ഹൈറ്റ്, നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വേണമെങ്കിൽ കൂടി എന്നൊക്കെ പറയാം. എന്നാലും നമുക്ക് ഇത്രയും ഒരു ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും കല്ലോ കാര്യങ്ങളൊക്കെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഗിംബലിൽ പോയി ഇടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഇത് ലെൻസ് ഹുഡ്. ഈ ലെൻസ് ഹുഡ് ശരിക്കും ഒരു ഷെയ്ഡ് പോലെയാണ് കാണുന്നത്. ഈ ഷെയ്ഡ് ഉണ്ടോ, ഇതാ ഒരു ഷെയ്ഡാണ്. നമ്മൾ ഗിംബലിൻ്റെ അവിടെ വെക്കണമാണ്. ഞാൻ ജസ്റ്റ് ഊരി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. ഇത് വെക്കണതിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇത് ഒരു ഹുഡാണ്. അതായത് നമ്മൾ ഈ ലെൻസ് ഹുഡ്, ക്യാമറയിലൊക്കെ ലെൻസ് ഹുഡ് വെക്കൂല, അതേപോലെ ഒരു ഹുഡാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോൺ സാധാരണ ക്രാഷ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട് താഴത്തേക്ക് പോയാൽ ക്രാഷ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ക്രാഷ് ചെയ്യുമ്പോൾ ഇത് പ്രൊട്ടക്ഷനാണ്. കണ്ടോ, ഞാനിപ്പോൾ ഈ ലെഗ് ഒന്ന് മടക്കി വെച്ചാൽ ഈ സാധനം പ്രൊട്ടക്ഷനാണ്. താഴെ ഇടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ അടിഭാഗമാണ് വന്ന് ഇടിക്കണേ. അപ്പോൾ നമ്മുടെ ഗിംബലിന് അല്ലെങ്കിൽ ആ ഒരു ഗിംബൽ സെറ്റപ്പിന് പോയിടിക്കില്ല, ക്യാമറയിൽ പോയിടിക്കില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെൻസ് ഹുഡ് വാങ്ങിയത്. അല്ലാണ്ട് വെയിലിൻ്റെ സീനല്ല. നമുക്ക് വെയിലടിക്കുന്ന ഒരു പ്രശ്നത്തിനാണെങ്കിൽ നമുക്ക് ND ഫിൽറ്റർ ഉണ്ട് ഓൾറെഡി. പക്ഷേ ഞാൻ ഇത് വാങ്ങിയത് ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ സാധനം വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് പറപ്പിക്കാം, നോക്കാം നമുക്ക് എന്ത് ഫുട്ടേജ് കിട്ടും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തു, DJI ആപ്പിൽ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കാണാൻ, നിങ്ങൾക്ക് ഡ്രോൺ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഡ്രോൺ നമ്മുടെ ക്യാമറ ഫ്രണ്ട് ഫേസ് ചെയ്താണ് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓൾറെഡി പ്രൊപ്പല്ലർ ഗാർഡ്സ് വെച്ചേക്കണതുകൊണ്ട് ഇതിൽ എഴുതി കാണിക്കും പ്രൊപ്പല്ലർ ഗാർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാറ്ററി ലൈഫ് കുറച്ച് കുറവായിരിക്കും, ഫോർ ബെറ്റർ പെർഫോമൻസ് എന്ന് അവർ എഴുതി കാണിക്കും കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലൈ ആട്ടെ. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ബട്ടൺ ഓണാക്കി, പിന്നെ ഇത് രണ്ടും താത്തി പിടിച്ചാൽ സാധനം ഓണാവും. ചെക്ക് പ്രൊപ്പല്ലർ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പിന്നെ ഒരു വാർണിംഗ് ഒക്കെ വരും. നമ്മൾ ഇത് രണ്ടും താത്തി പിടിച്ചാൽ നമ്മുടെ ഡ്രോൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കാം. നമുക്ക് ഹോം പോയിൻ്റ് ഒക്കെ എപ്പോഴും ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് ഡ്രോൺ ഫുട്ടേജ് ആണ്. ഞാൻ ഫസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് കാണിച്ചു തരാം. അതാ പിന്നെ ഞാൻ സഞ്ജീവ്. അയ്യോ, കണ്ണാടി വെച്ചില്ല. ഹലോ, അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇനി കുറച്ച് നിങ്ങൾക്ക് എറണാകുളമൊക്കെ കാണിച്ചു തരാം. പാലമൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്താ പാലം ഇവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ നമുക്ക് പാലം കണ്ടിട്ട് വരാം.
യെസ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ DJI Mavic Air 2ൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ ട്രാവൽ വ്ളോഗ്സിലും അല്ലാതെ കൂടുതൽ വ്ളോഗ്സിൽ ഇനി കൂടുതൽ ഡ്രോൺ ഫുട്ടേജ് കാണാം. അടിപൊളിയാണ്. നിങ്ങൾ കണ്ടു പാലമൊക്കെ പെട്ടെന്ന് ഓപ്പൺ ആവും കേട്ടോ. അതിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ യെസ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ. നമുക്ക് പോയി ഒന്നുമില്ല പ്ലെയിനൊക്കെ ഇങ്ങോട്ട് താഴെ വീഴണൊക്കെ കണ്ടോട്ടോ. തീർന്നു. എൻ്റെ കൂടെ ഒരു ദുരന്തനാണുള്ളത്. നീ റെക്കോർഡ് ചെയ്യേണ്ടത്. നീ തീർന്നടാ.